ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ചു മാള ഗ്രാമപഞ്ചായത്തിനു നൽകിയ ആധുനിക മത്സ്യ മാർക്കറ്റ് കെട്ടിടം ലേലം ചെയ്തു നൽകണമെന്നാവശ്യപ്പെട്ട് മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ അഷറഫ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ജില്ലാ കളക്ടർ, ഫിഷറീസ് ഡയറക്ടർ, ചീഫ് സെക്രട്ടറി എന്നിവർക്ക് അഷറഫ് പരാതി നൽകി. കെട്ടിടം പരിവർത്തനപ്പെടുത്തരുതെന്നും അത്തരം നടപടി സ്വീകരിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പരാതിയിൽ പറയുന്നു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് തൊഴിലും വരുമാനവും ലഭിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ആധുനിക മത്സ്യ മാർക്കറ്റിൽ ഇതുവരെ മാള പഞ്ചായത്ത് അറ്റകുറ്റപ്പണികൾ പോലും നടത്തിയിട്ടില്ല. 20 കുടുംബങ്ങൾക്ക് ജീവിതമാർഗമാകുമെന്ന് പ്രഖ്യാപിച്ച് പഞ്ചായത്തിനും വരുമാനം ലഭിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ച ആധുനിക മത്സ്യ മാർക്കറ്റിലെ ഉപകരണങ്ങൾ നശിച്ച അവസ്ഥയിലാണെന്ന് അഷ്റഫ് പരാതിയിൽ പറയുന്നു. പഞ്ചായത്ത് ഫണ്ട് മുടക്കാതെ വരുമാനം മാത്രം എടുക്കാമായിരുന്ന പദ്ധതിയിലാണ് ലക്ഷങ്ങൾ നഷ്ടം വരുത്തിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് മാർക്കറ്റ് ലേലം ചെയ്തു കൊടുക്കാത്തതിന് പഞ്ചായത്ത് കാരണം പറയുന്നില്ല. തീരദേശ വികസന കോർപ്പറേഷൻ നിർമ്മിച്ച് പഞ്ചായത്തിന് കൈമാറിയ മത്സ്യ മാർക്കറ്റ് ലേലം ചെയ്യാത്ത നടപടിക്കെതിരെ മത്സ്യത്തൊഴിലാളികളും പരാതി നൽകുമെന്ന് പറഞ്ഞു. മത്സ്യ മാർക്കറ്റ് മറ്റാവശ്യങ്ങൾക്ക് തരം മാറ്റി ഉപയോഗിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന ഗുരുതര ആരോപണമാണ് അഷ്റഫ് ഉയർത്തുന്നത്. മാള പഞ്ചായത്തിൽ അംഗീകൃത മത്സ്യ മാർക്കറ്റ് ഇല്ലാത്തതിനാൽ ഇപ്പോഴുള്ളത് തരം മാറ്റാൻ നിയമപരമായി തടസ്സം ഉണ്ടാകാനാണ് സാധ്യത. ഇത് മുൻകൂട്ടി കണ്ടാണ് അഷ്റഫ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം വില്ലേജ് ഹട്ട് കെട്ടിടം മറ്റു പദ്ധതികൾക്കായി പരിവർത്തനപ്പെടുത്തുന്നതിനെതിരെയും അഷ്റഫ് പരാതിപ്പെട്ടിട്ടുണ്ട്. പരിവർത്തനപ്പെടുത്തുന്ന നടപടി പഞ്ചായത്ത് സ്വീകരിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അഷ്റഫ് പരാതിയിൽ പറയുന്നു. ഈ പദ്ധതി പ്രകാരം മാള പഞ്ചായത്തിലെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വനിതാ ഗ്രൂപ്പുകൾക്ക് ഏറ്റവും കുറഞ്ഞ വാടകയ്ക്ക് കൊടുക്കുക, അവരുടെ സ്വയം വരുമാനദായക പദ്ധതികൾ, ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കെട്ടിടം പണിതിട്ടുള്ളത്. എന്നാൽ വളരെ നാളുകളായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ ഒരൊറ്റ ഹട്ട് പോലും, ഒരൊറ്റ റൂം പോലും വനിതകൾക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. തന്നെയുമല്ല, ഏറെ വിരോധാഭാസം എന്ന് പറയട്ടെ, ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ കെട്ടിടം മുഴുവൻ പൊളിച്ചു മാറ്റാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കെട്ടിടം പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ ഇതിൽ രൂപഭേദം വരുത്തി ഇത് വേറെ ഏതോ പദ്ധതിക്ക് വേണ്ടി മാറ്റപ്പെടുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. മുസരിസ് പദ്ധതിയുടെ ഭാഗമായിട്ട് മുസരിസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇത് കൈമാറ്റി കൊടുക്കുകയും അവിടെ മുസരിസ് പദ്ധതി പ്രകാരം മറ്റെന്തോ പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന കൊടുക്കുന്നു എന്ന വളരെ പ്രയാസകരമായൊരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. ഒന്നാമത് വനിതാ ഘടക പദ്ധതി എന്ന നിലയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പണിതൊരു കെട്ടിടം, ആ കെട്ടിടം പണിതിട്ട് ഒരു 10 വർഷം പോലും ആയിട്ടില്ല. ആ 10 വർഷത്തിനുള്ളിൽ അത് കൈമാറ്റം ചെയ്യുക, അല്ലെങ്കിൽ അത് രൂപഭേദം വരുത്തുക, അല്ലെങ്കിൽ പൊളിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അത് നിയമപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അത് നേരിടേണ്ടി വരും. ഒരു കാരണവശാലും ഈ നിയമവിരുദ്ധമായ ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. പഞ്ചായത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് അഷ്റഫ് മീഡിയ ടൈമിനോട് പങ്കുവച്ചത്. മീഡിയ ടൈം, മാള.